സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത കാട്ടാനാക്രമണം. മലപ്പുറം മൂത്തേടത്ത് ആട് മേയ്ക്കാൻ പോയ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ഉച്ചക്കുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത്. ആക്രമണത്തിന് പിന്നാലെ ഡിഎഫ്ഒയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കളക്ടർ സ്ഥലത്ത് വരണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കാലത്ത് സാറ് വരാതെ കൊണ്ടാകാൻ എടുക്കാൻ പാടില്ല, വീഴൂല. ഇത് തീരുമാനം, ഒറ്റ തീരുമാനം ഞങ്ങൾ വീഴൂല, ഉണ്ടാകാൻ സമ്മതിക്കൂല, കൊണ്ടുപോകൂല, വീട്ടുകാരെ സമ്മതില്ല, കൊണ്ടുപോകൂല. ആന ഓടി വന്ന് ഉപദ്രവിച്ചിരിക്കുക, ചവിട്ടി ഇതാക്കി കൊന്നിക്കുക. കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിയതിനു ശേഷം മതി. കളക്ടർക്ക് എത്തിയതിനു ശേഷം എന്താണ് അവിടെ എടുത്തിട്ട് മാത്രം ഇവിടുന്ന് വിട്ടാൽ മതി, ഇവിടെ എടുത്താൽ മതി എന്നാ പറയുന്നവർ. തീരുമാനം എടുക്കാതെ വിടണ്ടാണ്. സരോജിനിക്ക് 52 വയസ്സായി. സരോജിനിന്റെ ഭർത്താവ് കരിയന് സുഖമില്ലാത്ത ആളാണ്. 2 കുട്ടികളും, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുണ്ട്. അത് നിങ്ങളെ നോക്കുന്നത് ഈ സരോജിനിയാണ്. മാടുകളെ മേയ്ക്കാൻ വേണ്ടി പോയതാ, എന്നും പോണതാ ഇവര്. മുബഷിർ പി അക്ബറുണ്ട് വിശദാംശങ്ങളുമായി. മുബഷിർ, സ്ഥിരം കാട്ടാനശല്യമുള്ള പ്രദേശമാണ്. ആട് മേയ്ക്കാൻ പോകുന്നതിനിടെയാണ് ഈ അമ്മയ്ക്ക് ആക്രമണം ഉണ്ടായത്. കാട്ടാനയുടെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചോ? ആഴ്ചകൾക്ക് മുമ്പ് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കരളായിലെ മണിയൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായിട്ടുള്ള നിലമ്പൂരിൽ സമാനമായൊരു സംഭവം കൂടി ആവർത്തിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന മുത്തേടം ഉച്ചക്കുളം ഭാഗത്തെ ഈ വീടിനോട് ചേർന്ന് 500 മീറ്റർ അകലെയുള്ള പ്രദേശത്ത് വെച്ചായിരുന്നു ഒരു ദാരുണമായ സംഭവം ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള സരോജിനിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അവർ മേഖലയിലേക്ക് ഭർത്താവ് കരിയനുമൊത്ത് 5ഓളം ആളുകളുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ ഒരു മേഖല ഉൾവനത്തിലേക്ക് അവർ മാടുകളെ മേയ്ക്കാൻ പോകാറുണ്ട്. അവരൊക്കെ തന്നെ വളർത്തുമൃഗങ്ങളായിട്ടുള്ള ആടുകൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ അങ്ങോട്ടേക്ക് മേയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു കൂട്ടം കാട്ടാനകൾ ചേർത്തുകൊണ്ട് ഈ ഒരു വീട്ടുകാരെ ആദ്യഘട്ടത്തിൽ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവർ ചിതറി ഓടുന്നുണ്ട്. അതിനിടയിലാണ് താഴെ വീണ സരോജിനിയെ അതിക്രൂരമായ അല്ലെങ്കിൽ അതിഗുരുതരമായ രീതിയിൽ കാട്ടാന ആക്രമിക്കുന്നത്. മുഖത്തും അതുപോലെ തന്നെ കൈക്കും പരിക്കേറ്റതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഡോക്ടേഴ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിഗുരുതരമായ രീതിയിലുള്ള പരുക്ക് ആ ഒരു ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പരിക്ക് സംഭവിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കൂട്ടം ആനകൾ ആക്രമിക്കാനെത്തിയതിൽ ഒരു മോഴയാനായിരുന്നു അതിക്രൂരമായ രീതിയിൽ സരോജിനിയെ ആക്രമിച്ചത് എന്നുള്ളതാണ് കൂടെയുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ആനകൾ കൂട്ടമായി എത്തിയതോടെ കൂടെയുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ചിതറിയോടി. എന്നാൽ സരോജിനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ ഒരു ആനകളുടെ ഇടയിൽപ്പെട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് വലിയൊരു പ്രതിഷേധം ഈ ഒരു മേഖലയിൽ ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തുള്ള മേഖലയിലാണ്. ഇതാണ് സരോജിനിയുടെ വീട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കാനോ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ നടത്താനോ നാട്ടുകാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. തുടർച്ചയായിട്ട് ഈ മേഖലയിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് കൃത്യമായിട്ടുള്ളൊരു ഫെൻസിങ് സംവിധാനം വേണം. അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ അതൊക്കെ തന്നെ എവിടെയെങ്കിലും കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്നൊരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം ഈ ഒരു മേഖലയിലേക്ക് എത്തിയാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം അതിന് സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഉന്നത പോലീസ് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തന്നെ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘവും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അതോടെ മൃതദേഹം ഇവിടെ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് DFO കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അതിദാരുണമായ സംഭവമാണ്.